ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ വീഡിയോ ആണ് ഡേ ഇൻ മൈ ലൈഫ്. കുറേ അധികം പേര് ചോദിക്കാറുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു മെസ്സേജ് അയക്കാറുണ്ട്, ഡേ ഇൻ മൈ ലൈഫ് എന്തിടാത്തേ പോന്ന്. അപ്പോൾ ഞാൻ ദേ ഇനി ഈ ആഴ്ചയിൽ നമ്മളിപ്പോ ഇന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഒരു വീഡിയോ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. എനിക്ക് പനിയായിരുന്നു ആക്ച്വലി. അപ്പൊ ഞായറാഴ്ച തൊട്ട് പാറുവിന് ഉണ്ടായിരുന്നു. പാറുവിന്റെ കുറഞ്ഞപ്പോ അപ്പൊ ഇന്ന് ജിമ്മിന് പോകണില്ല കേട്ടോ. പിന്നെ ഇന്ന് കുറെ വിശേഷം, നമുക്ക് എലാസെപ്സിൽ പോകണം, അത് കുറെ വിശേഷം ഉണ്ട്. അപ്പൊ ഞാൻ ദേ തീ പിടിപ്പിച്ച് 4 മണിക്ക് തന്നെ എണീറ്റു കേട്ടോ. കാരണം എന്താ പറയാ, പിള്ളേർക്ക് പോണം. പ്ലസ് നമുക്ക് എനിക്കങ്ങനെ നേരത്തെ എണീക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാന് സൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഞാൻ 4 മണിക്ക് എണീക്കും. അപ്പൊ ഞാൻ ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, അത് കഴുകി അടുപ്പത്ത് വെച്ചു. നമുക്ക് ചാള ചേട്ടൻ നല്ല പാറുവിന് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പാറുവിന് ഭയങ്കര ഇഷ്ടം മീൻ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ദേ കുറച്ച് നമ്മുടെ കാപ്പിയില്ലേ, അത് മധുരടാണ്ട് കട്ടൻ കാപ്പി കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നേരം ഉണ്ടല്ലോ, തിരക്ക് പിടിക്കണ്ട. അല്ലെങ്കിൽ 5:45 പണി തീർക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇപ്പൊ അതില്ല കേട്ടോ. അപ്പൊ അങ്ങനെ, അപ്പൊ ഇന്നലെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ഇല്ലേ, സാധാരണ ഞങ്ങൾ അധികം അങ്ങനെ മേടിക്കലില്ല. പക്ഷെ ഇന്നലെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആരും എടുത്തിട്ടുണ്ടായിരുന്നില്ല, പൊട്ടിച്ചിട്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഗ്രീൻ പീസും ഹാഫ് കുക്ക്ഡ് ചപ്പാത്തിയും ഉണ്ടാക്കി കഴിഞ്ഞാൽ കാലത്ത് പിള്ളേരും ഒക്കെ കഴിച്ചോളും. പിന്നെ അമ്മൂനെ അത് ഇഷ്ടാ കൊണ്ടുപോകാൻ. അപ്പൊ അമ്മൂന് വേണമെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യാന്നൊക്കെ ചോദിച്ചു. അപ്പൊ അമ്മു എന്നോട് പറഞ്ഞു, അമ്മ ചിലപ്പോ എനിക്ക് ഉച്ചവരെ ഉണ്ടാവുള്ളൂ, അപ്പൊ ഫുഡ് വേണ്ടാന്ന്. പിന്നെ അമ്മു നോക്കിയപ്പോ അമ്മുവിന് ഇപ്പൊ ട്യൂഷൻ ക്ലാസ്സിൽ എക്സാം ഉണ്ട്. അപ്പൊ അവള് ഒരു 5:30 ആവാറായപ്പോ അവള് എണീറ്റുണ്ട്. അവളുടെ റൂമിൽ ലൈറ്റ് ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ആള് എണീറ്റുണ്ടെന്ന്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവൾക്ക് ഫുഡ് കഴിച്ചിട്ട് അവൾക്ക് ട്യൂഷന് പോകണ്ട. അപ്പൊ അവൾക്കുള്ള ഫുഡ് അവിടെ കൊണ്ടുവന്ന് വെച്ചു. അവള് ചിലപ്പോ നേരത്തെ എണീക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് വിശക്കും. അപ്പൊ അവളൊരു 6:30 വന്നിട്ട് വേഗം വന്ന് ഫുഡ് കഴിച്ചിട്ട് വീണ്ടും പഠിക്കാൻ പോകും. അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവളുടെ ഫുഡ് ഞാൻ മേശമ്മ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഞാൻ വിളിച്ചില്ലെങ്കിലും ചില സ്ഥലം വിളിക്കണം, ചില സ്ഥലം വിളിക്കാണ്ട് നാളെ എണീറ്റുള്ളൂ. പിന്നെ ഞാൻ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് ഊറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഈ ചുമരുമ്പ കാണുന്നതൊക്കെ എന്റെ പാറക്കുട്ടന്റെ കലാവിരുതുകളാട്ടോ. അപ്പൊ അമ്മ കൂടെ എണീറ്റ് ബാഗൊക്കെ ഒതുക്കി സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ, പോവാനൊക്കെ വേണ്ടിട്ട്. അപ്പൊക്ക് അത്യാവശ്യം നേരൊക്കെ വെളുത്തൊരു സെറ്റായി. അപ്പൊ നമുക്കിവിടെ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ പീസ് കറി വെച്ചിട്ടുണ്ട്. പിന്നെ പാറക്കുട്ടനെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചപ്പാത്തി ഇതെവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആവശ്യമുള്ള കഴിക്കാം. പിന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. മീൻകറി ഇവിടെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പൊ എന്റെ പണിയോള് കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, നേരെ പോയിട്ട് എഡിറ്റ് ചെയ്യായിരുന്നു. കാരണം ഇന്ന് എനിക്ക് നേരം ഉണ്ടാവില്ല. കാരണം നമ്മള് രാവിലെ പാറു പോയി കഴിഞ്ഞാൽ നിലാസപ്സിൽ പോയാൽ പിന്നെ ഉച്ചരിയാറാകുമ്പോഴേ വരുള്ളൂ. അപ്പൊ പിന്നെ എനിക്ക് എഡിറ്റിംഗ് കൂടി നടക്കില്ല. ഒന്നാമത്തത് പനിയായിട്ട് എനിക്ക് കുറച്ചൊരു പെൻഡിങ് വർക്ക് കുറെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എഡിറ്റിംഗ് പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാല് ജിമ്മില് 2 ദിവസമായി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയില് പാറുവിന് ഒരു വ്യാഴം വെള്ളിക്കായിട്ട് പനി വന്നു. അപ്പൊ ഡോക്ടറെ കാണിച്ച് അവൾക്ക് കുറഞ്ഞു. പക്ഷെ അവളുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു ശനിയാഴ്ച വൈകുന്നേരം തൊട്ട് ശനി ഞായർ തിങ്കള്, ഇന്നിപ്പോ ചൊവ്വയാണ്, ചൊവ്വാഴ്ച വരെ ഇന്നലെ വരെ ഉണ്ടായിരുന്നു പനി. ഇന്നേക്ക് ഇപ്പൊ നല്ല ഓക്കെ ആയി. അപ്പൊ അമ്മുക്കുട്ടി പോവാൻ വേണ്ടി മാറുന്നുണ്ട്. ഞാൻ 2 ദിവസമായിട്ട് മിറ്റടിക്കലുണ്ടായിട്ടില്ല. മഴ പെയ്യുന്നുണ്ട്. പിന്നെ സുഖമില്ലാത്തതുകൊണ്ട് മിറ്റടിക്കാൻ അങ്ങനെ ഇറങ്ങിയില്ല. അപ്പൊ നിറയെ ചവർ. അപ്പൊ ഇന്നിപ്പോ നല്ല ആശ്വാസം ഉണ്ട്. ഇന്നിപ്പോ തല കുളിക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. നാളെ തൊട്ട് ജിമ്മിന് പോകണം. അപ്പൊ ഞാനിങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പനി അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഞാൻ പോവില്ല കേട്ടോ. ചിലപ്പോ നമുക്ക് ശരീരം വലിയ പ്രശ്നം തോന്നിയില്ലെങ്കിൽ, ഉള്ളിൽ പനി ഉണ്ടെങ്കിൽ പോവില്ല. കാരണം നമ്മൾ വല്ലാണ്ട് ശരീരത്തിന് ഓവർ സ്ട്രെയിൻ കൊടുത്താലേ നമുക്കത് എട്ടിന്റെ പണിയായിട്ട് തിരിച്ചു കിട്ടും. ചിലപ്പോൾ നമുക്ക് 2-3 ആഴ്ച പോകാണ്ടിരിക്കേണ്ട പോലത്തെ അവസ്ഥയാവും. അതുകൊണ്ട് തന്നെ 2 ദിവസമൊക്കെ നമ്മൾ റെസ്റ്റ് കൊടുക്കും. അപ്പൊ പാറുക്കുട്ടി വിചാരം ഞാൻ ജിമ്മിന് പോയിട്ട് ഞാൻ അച്ഛൻ എന്നെ പോയി കൊണ്ടുവന്നു എന്നാണ് വിചാരം. അതിനായിട്ട് തെറ്റിയിട്ടായിരിക്കണത്, പിണങ്ങിയിട്ട്. അമ്മ ജിമ്മിന് പോയിട്ട് എന്നെ കൂട്ടാണ്ട് അല്ലെങ്കിൽ അച്ഛൻ പാറും കൂടി വരും എന്നെ കൊണ്ടുവരാ. ഇന്നിപ്പോ അമ്മേനെ അച്ഛൻ തന്നെ പോയി കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു ഞാൻ ജിമ്മിന് പോയിട്ടില്ല പാറുട്ടി, എന്താണ് കൂട്ടാക്കണേ ഇല്ലായിരുന്നു. അപ്പൊ അമ്മുക്കുട്ടി പോവാട്ടോ. അമ്മുക്കുട്ടിക്ക് പോവാൻ നേരായി, ട്യൂഷൻ എക്സാം ഉണ്ട്. അപ്പൊ അവിടെ അങ്ങനെ ബൈ പറഞ്ഞു പോയി. ഹലോ, അപ്പൊ നമ്മള് അമ്മുക്കുട്ടി പോയി. ഈ സമയത്താട്ടോ അമ്മുക്കുട്ടി പോവാ. അപ്പൊ ഞാൻ ഈ സമയത്ത് എന്നെ ചേട്ടൻ അമ്മുക്കുട്ടിയെ കൊണ്ടുവന്നാക്കിയിട്ട് നേരെ ജിമ്മിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്യാം. അപ്പൊ ഇന്നും ഞാൻ ജിമ്മിൽ പോയിട്ടില്ല, തിങ്കളും ചൊവ്വയും. കാരണം ഞായറാഴ്ച തൊട്ട് എനിക്കൊരു പനി ഉണ്ടായിരുന്നു. കാരണം പാറുവിന് പനി ഉണ്ടായിരുന്നു. അപ്പൊ അവളുടെ മാറി. അപ്പൊ ഇന്നേക്കിപ്പോ ഓക്കെ ആയിട്ടോ. ഇനി നാളെ തൊട്ട് പോണം. ബോഡി വീക്ക് ആയിരിക്കുമ്പോൾ നമ്മള് കൂടുതൽ അതിനെ സ്ട്രെയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് പണി കിട്ടും. പിന്നെ നമ്മള് 1-2 ആഴ്ച ലീവ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ 2 ദിവസത്തെ ലീവ് എടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങനെ എടുക്കാറില്ല, വല്ലപ്പോഴാണ് ലീവ് എടുക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പൊ ഒന്ന് റെസ്റ്റ് കിട്ടുമല്ലോ ബോഡിക്ക്. പിന്നെ പനിയൊക്കെ ഒന്ന് വിട്ട് ഇപ്പൊ നന്നായി കുറഞ്ഞു കിട്ടും. മരുന്ന് എന്നാലും കഴിക്കണം. അങ്ങനെ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നിരാസക്തി പോകണം. കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം പണിയുണ്ട് അവിടെ. അപ്പൊ നമ്മുടെ മിനി ഓഫീസാണ് ഇവിടെ കേട്ടോ. അതിന്റെ ഐറ്റംസ് ഒക്കെയാണ്, പ്രിന്റർ ലാപ്ടോപ്പ് ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ടുള്ളത്.
ഇവിടെ ഓൾറെഡി ഇവിടെ തന്നെയാണ്. ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യും. പിന്നെ നമ്മുടെ ഷോപ്പിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഫുഡ് കഴിക്കുക, പാറുവിനെ പറഞ്ഞയക്കണം, എന്നിട്ട് ഫുഡ് കഴിച്ച് കുളിച്ച് ചേട്ടന്റെ കൂടെ ഓഫീസിൽ പോകണം, നിലാസത്തിൽ പോകണം. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പൊ അതായിട്ട് നമ്മൾ ഇന്നത്തെ പണി. പിന്നെ ഇന്നലെ കുറെ ഷൂട്ട് ചെയ്യാണ്ടായിരുന്നു. പനിയായി ഞാൻ പനിച്ചിട്ടാണ് ഇന്നലെ കുറെ ഷൂട്ട് ചെയ്തത്. അപ്പൊ എന്റെ ഓണം സീരീസിലൊക്കെ നിങ്ങൾക്ക് പനി പിടിച്ച ലുക്കാണുള്ളത്. കാരണം നമുക്ക് തീർക്കാണ്ടും പറ്റില്ല. കാരണം അമ്മൂന് പരീക്ഷ പിന്നെ വ്യാഴാഴ്ച തുടങ്ങാം. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഞാൻ പ്രാധാന്യം അവൾക്ക് കൊടുക്കാറുണ്ട്. കാരണം അവള് 9th ഉള്ള കാര്യങ്ങളൊക്കെ അവൾ ചെയ്തോളും. എന്നാലും നമ്മൾ കുറെ കുറച്ചും കൂടി അവരുടെ കൂടെ ഇരിക്കേണ്ട സമയമാണ് ഈ പരീക്ഷ സമയമൊക്കെ. അവൾക്ക് എന്തെങ്കിലും അവൾക്കിപ്പോ ഒരു അറേഞ്ച് ചെയ്ത് പഠിക്കാനൊക്കെ ചിലപ്പോ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ ഇന്ന പോർഷൻസ് ഒക്കെ നോക്കി അത് കവർ ചെയ്യണം എന്നൊക്കെ ഒന്ന് ഒരു അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതൊരു നല്ലൊരു പ്രചോദനവും കുറച്ചൊരു ഈസി ആയിട്ടൊക്കെ തോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ വീഡിയോ ഷൂട്ട് എഡിറ്റിംഗ് ഒന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ പോവാറില്ല. എനിക്ക് എത്ര അത്യാവശ്യമാണെങ്കിലും അതിന് മുന്നേ തന്നെ ഞാൻ കുറെയൊക്കെ സെറ്റ് ആക്കി വെക്കും. പിന്നെ നമുക്ക് അവർ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എഡിറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും അവളുടെ കൂടെ അങ്ങനെ നിൽക്കാറുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും മെന്റലി ഫിസിക്കലി ഒക്കെ നമ്മളിങ്ങനെ ഒപ്പം നിൽക്കും പരീക്ഷയുടെ സമയത്ത്. പിന്നെയൊക്കെ അവൾ ചെയ്തോളൂ. അവൾക്ക് ആക്ച്വലി അവൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. എന്നാലും നമ്മുടെ ഒരു സപ്പോർട്ട് ചെറുതായിട്ടും കൂടി ഉണ്ടെങ്കിൽ അവർക്കതൊരു സഹായമാവും, എളുപ്പമാവും. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പനിയായിട്ടും കൂടെ ഞാൻ ഇന്നലെ പോയിട്ട് ഇന്നലെ രാവിലെ ഒരു 9:30 ഞാൻ ഷൂട്ട് ചെയ്യാൻ കയറിയിട്ട് സ്റ്റുഡിയോ റൂമിൽ കയറിയിട്ട് 2:30 ഇറങ്ങിയിട്ട് മരുന്ന് കഴിച്ച് കയറിയതാ. അങ്ങനെ അത്യാവശ്യം കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തു. ഇനി കുറെ എഡിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ പിന്നെ ഇപ്രാവശ്യം ഞാനേ കുറെ പൈസ ചെലവാക്കി കുറെ ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പഴയ ഡ്രസ്സുകൾ റീസൈക്കിൾ ചെയ്ത്, അതായത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഷൂട്ടിങ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. കാരണം എല്ലാ പ്രാവശ്യവും ഒരു 20-25,000 രൂപയുടെ സാധനങ്ങൾ എടുക്കലും ചെയ്യലൊക്കെ ഉണ്ട് ഞാൻ സ്വന്തമായിട്ട് പൈസ മുടക്കിയിട്ട്. പിന്നെ ചിലപ്പോൾ ആരെങ്കിലൊക്കെ നമുക്ക് ബൊട്ടിക്കിന്നൊക്കെ അയച്ചു തരാറുണ്ട്. അപ്പൊ അത് ഞാൻ സെപ്പറേറ്റ് നല്ല രീതിക്ക് എടുത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. കാരണം ഇപ്പൊ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ നമ്മുടെ ഓഗസ്റ്റ് മാസം. എനിക്കറിയില്ല, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ വക ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിച്ച് സ്റ്റിച്ചിങ്ങും കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അത്ര നിങ്ങൾക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല. ചിലപ്പോൾ മറ്റുള്ളവരെക്കാൾ ഒരുപാട് ബോറായിട്ടും ഒരുപാട് ഡ്രസ് സെൻസ് ചെയ്യാണ്ടൊക്കെ തോന്നും. പക്ഷെ നമ്മുടെ ഉള്ളത് പോലെ, കാരണം ഇപ്പൊ കുറെ അധികം നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടാണ്. അപ്പൊ നമ്മള് ഫിനാൻഷ്യലി കുറെ കൂടി നമ്മള് എന്താ പറയാ പിടിച്ചു വെക്കേണ്ട സമയമാണ്. പിന്നെ കുറച്ച് പ്ലാൻ ഉണ്ട് മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള രീതിക്കുള്ള കുറച്ച് പൈസകളൊക്കെ ചെലവാക്കി ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ചെയ്യുക. പിന്നെ ചെയ്യുമ്പോൾ എനിക്കൊരു മനസ്സിന് സന്തോഷമാണ്. കാരണം ഈ ഓണം എന്റെ മനസ്സിലൊരു ഹാപ്പിനെസ് കിട്ടും. ഇങ്ങനെ സീരിയസ് ഒക്കെ ചെയ്യുമ്പോൾ ഓണം വന്നു, ഓണത്തിന്റെ ഒരു സന്തോഷമൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് ചെയ്യാണ്ടിരിക്കാറില്ല, ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ നിലാസത്തിലും 2 പ്രൊഡക്റ്റ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അതൊക്കെയാണ് കേട്ടോ വിശേഷം. അപ്പൊ നീ ഒന്ന് വേഗം പോയിട്ട് ഇപ്പൊ പാറു വരും. പാറുവിനെ ബ്രഷ് ചെയ്യിപ്പിച്ച് ഫുഡ് കൊടുത്ത് കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റിച്ച് നിർത്തണം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ചേട്ടനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആള് അതുവരെ വെയിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യും. ഇന്നലെ പനിയായിട്ട് ഞാൻ 2 മണിക്ക് ഷൂട്ട് ചെയ്ത് വന്നിട്ട് കിടന്നു, പറ്റാണ്ടായിട്ട് കിടന്നു. പിന്നെ പാറുവിന് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് ചേട്ടൻ തന്നെ മേലൊക്കെ കഴിച്ച് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ പിന്നെ ഒരു 5 മണിയായിട്ട് എണീറ്റ് വന്നു. അങ്ങനെ പിന്നെ ഒന്ന് കിടന്നൊന്ന് തളർച്ചയൊക്കെ മാറിയപ്പോഴേ സെറ്റായി. പിന്നെ നമ്മളങ്ങനെ നമ്മുടെ ട്രാക്കിലേക്ക് വന്നു. അപ്പൊ ഇനി ഞാൻ പോയിട്ട് പാറിന്റെ ഫുഡൊക്കെ എടുത്ത് വയ്ക്കട്ടെ. അങ്ങനെ പാർക്കുട്ടി ഞാൻ പറഞ്ഞ് സെറ്റാക്കി. അവൾക്ക് ഇതേ ഗ്രീൻ പീസും നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവൾ അത് രണ്ടും കൂട്ടി കഴിച്ചോളും. അപ്പൊ അങ്ങനെ പാർക്കുട്ടി സെറ്റായി. പിന്നെ പാർക്കുട്ടിക്ക് നമുക്ക് ലഞ്ച് ബോക്സിൽ ഇതേ ഗ്രീൻ പീസും ചോറും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം. എന്നാലാണ് അവർ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ വേറെ ചിലപ്പോൾ കഴിക്കില്ല. പിന്നെ പപ്പടം ദേ ഇവിടെ ഞാൻ വറുത്തിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ രണ്ടും കൂടി അങ്ങനെ കൂട്ടി കഴിക്കുക. അവൾക്ക് പപ്പടം ഭയങ്കര ഇഷ്ടം. അപ്പൊ അങ്ങനെ അവൾക്ക് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആപ്പിളാണ് സ്നാക്സ് ആയിട്ട് കൊടുക്കണേ കേട്ടോ. ആദ്യമൊക്കെ തോലിലേക്ക് ചുറ്റി കൊടുക്കാറുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ കൊടുക്കില്ല, കാരണം നമ്മൾ ഓരോന്ന് ശീലിപ്പിച്ചിട്ട്. പിന്നെ ഇത് ഞാൻ ഇന്ന് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ, നമ്മുടെ നിലാസപ്സിന്റെ സ്മൂത്തി. വേറെ കഴിക്കണില്ല, മുട്ടയൊന്നും കഴിക്കാനുള്ള ഒരു ഇത് തോന്നണില്ല. പനിയുടെ ഇത് ഉള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെ ദേ ഞാൻ പാർക്കുട്ടീനെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റിച്ചിട്ടുണ്ട്. ചേട്ടൻ എനിക്ക് അടിച്ചു വാരി തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വീട്ടിൽ കണ്ടപ്പോ ആൾക്കൊരു ചമ്മല്. അപ്പോൾ പറയും ഞാൻ അടിക്കണത്, ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല, അതിനോട്ട് എന്നെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കാം. അപ്പൊ ആളുടെ ആക്ഷൻ സോങ് ആണ് ആ കാണുന്നത്. അങ്ങനെ
അപ്പൊ എന്നെ കുറച്ച് സഹായിക്കും കേട്ടോ. ആൾക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല, പക്ഷെ ആള് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സഹായിക്കും. അലക്കും, അലക്കി തോരിടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഹെൽപ്പുകളൊക്കെ ചെയ്യും കേട്ടോ. പുറം പണികളൊക്കെ ആള് ചെയ്തു തരും. കുക്കിംഗ് ആൾക്ക് അറിയില്ല, ആള് ചെറുപ്പം മുതലേ ചെയ്ത് ശീലവും ഇല്ല. അതുപോലെ തന്നെ ആൾക്ക് അതിനെ കുറിച്ചൊരു വശവും ഇല്ല. അങ്ങനെ അപ്പൊ അതുകൊണ്ട് അത് ബാക്കി പണികളൊക്കെ ചെയ്തു തരും കേട്ടോ. പാറക്കുഞ്ഞിന്റെ ഇവിടെ ടി.വി കണ്ടിട്ടോ പോവാൻ നേരത്തെ ഡ്രസ്സൊക്കെ മാറിയിട്ട്. അപ്പൊ ചേട്ടന് ഇവിടെ വെറുതെ നമ്മൾ ഈ മുകളിലൊന്ന് പൊടി ഒതുക്കില്ലേ, അതുമാതിരി തുടക്കണ്ട കേട്ടോ. ഞങ്ങള് ആഴ്ചയിൽ ഒരിക്കലാണ് എല്ലാം എടുത്ത് ഡീപ് ക്ലീനിങ് ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ഒന്നും അങ്ങനെ കൊടുത്തിട്ട് അടിച്ചു വാരി വെറുതെ മുകളിലും തുടച്ചിടും. പാർക്കുട്ടി ഓരോന്നൊക്കെ താഴ്ത്തിട്ടിട്ടെ ഭക്ഷണമൊക്കെ നിലത്ത് കളയുന്ന കാരണം. അപ്പൊ ദേ നമ്മുടെ പാർക്കുട്ടീനെ ചേട്ടനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പൊ ഞാൻ ആ നേരം കൊണ്ട് വേഗം പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ ഷേക്ക് കുടിച്ചത്, അതായത് നമ്മുടെ സ്മൂത്തി കുടിച്ചിട്ട് നേരെ പോയിട്ട് കുളിച്ചു കേട്ടോ. അപ്പൊ കുളിച്ചു കഴിഞ്ഞിട്ട് പാർക്കുട്ടിയോട് ടാറ്റ പറയുന്നതാട്ടോ. പാർക്കുട്ടി മറന്നെങ്കിൽ ടാറ്റ തരാനിട്ട്. അപ്പൊ ഞാൻ കുളിച്ചു വന്നു കേട്ടോ. നമുക്ക് നീലാശുപത്രി പോണ്ടേ. അപ്പൊ ഞാൻ കുളിച്ചു. തല ഒരു വെള്ളിയാഴ്ച കുളിച്ചതാ. പിന്നെ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ഇന്നാണ് കുളിക്കണേ. പനി കുറച്ചൊക്കെ നന്നായി മാറിയുണ്ട്. കുളിക്കാണ്ടിരുന്നിട്ടേ ഭയങ്കര അസ്വസ്ഥത. അപ്പൊ ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ പോവാട്ടോ. അപ്പൊ നീലാശുപത്രി പോയിട്ട് കുറച്ച് പണികളുണ്ട്. നമ്മുടെ കുറച്ച് ഷൂട്ട് പരിപാടി ഉണ്ട്, പാക്കിങ്, പിന്നെ കുറച്ച് ബില്ലിങ് പരിപാടികളുണ്ട്, പിന്നെ കുറച്ച് എന്താ പറയാ ന്യൂ പ്രൊഡക്ട്സിന്റെ കുറച്ച് പരിപാടി ഉണ്ട്. അങ്ങനെ കുറച്ചധികം പരിപാടി ഉണ്ട്. ഉച്ച കഴിയുമ്പോൾ എന്തായാലും വരുള്ളൂ. പിന്നെ നമുക്ക് നീലാശുപത്രി കൂടാം. അപ്പൊ ഞാനങ്ങനെ എന്താ പറയാ അങ്ങനത്തെ ദിവസം എടുക്കാറില്ല. പക്ഷെ ഇന്നിപ്പോ എന്തായാലും പോയേ തീരൂ. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് കുറെ പേരായി പറയുന്നു. അപ്പൊ നമ്മൾ ടോണർ അടിച്ചിട്ടുണ്ട്, വിറ്റമിൻ സി സിറം. നീലാശുപത്രിന്റെ വിറ്റമിൻ സി സിറത്തിന്റെ മെയിൻ പ്രത്യേകത വിറ്റമിൻ സി അടക്കം 6 ആക്റ്റീവ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിന്റെ ടോപ്പ് ലെയർ നല്ല രീതിക്ക് തന്നെ ഹെൽത്തി ആക്കും, ഗ്ലോയിങ് ആക്കും. നല്ല വ്യത്യാസം നമുക്ക് ഉണ്ടാവും കേട്ടോ. ഒരു 3 months യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇത് കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഒരു ബോട്ടിലും കൂടെ കൊടന്നു വെച്ചിട്ടുണ്ട്. ഇത് കഴിയാറാവനുസരിച്ചിട്ടേ ഞാൻ ഷോപ്പിൽ നിന്ന് എടുത്തിട്ട്, ഇവിടെ നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ ഷോപ്പിലെ വെക്കുക, വീട്ടിലല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് നമ്മുടെ യൂസിനുള്ളത് അവിടെ നിന്ന് എടുത്തിട്ട് വരെ ചെയ്യാം. അപ്പൊ ഇത് തീർന്നു. ഒരു പ്രാവശ്യം കൂടി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടിയിൽ കുറച്ചുണ്ട്. ഞാൻ നമ്മുടെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉപയോഗിച്ച് തീർത്തിട്ടാണ് ബോട്ടിൽ ഉപേക്ഷിക്കാറുള്ളൂ. എന്താന്ന് വെച്ചാല് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ കയ്യിൽ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ തോന്നിയ മാതിരി യൂസ് ചെയ്യാറില്ല. ഈ ഒരു പ്ലാസ്റ്റിക്കും കൂടി ഉണ്ടാവും. ഞാൻ ഓൾറെഡി അവിടെ കൊടന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, തീരാറായതുകൊണ്ട്. എന്താന്ന് വെച്ചാല് ചിലപ്പോൾ എടുക്കാനേ. അപ്പൊ ഞാന് ഫുൾ ബോട്ടിൽ ഇവിടെ കൊടന്ന് വെച്ചിട്ടുണ്ട്. ഇതിൽ നിറയെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇതും കൂടി തീർന്നിട്ട് ഇതെടുക്കാം. ഇത് കഴിയുമ്പോ. അപ്പൊ ഇതൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. അൺഡ്രൈസർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേ കണ്ണിന്റെ ഇടയിൽ ഇപ്പൊ കറുപ്പ് കൂടുതലാ. എന്താണെന്നറിയോ? അൺഡ്രൈസർ ഉപയോഗിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ഉറക്കം നന്നായി വേണം. ഉറക്കമുണ്ട്, പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് രാത്രി ഇപ്പൊ തുടങ്ങിയിട്ട് ഇങ്ങനെ ഉറക്കം ഇങ്ങനെ എന്താ പറയാ കണ്ടിന്യൂസ്ലി കിട്ടുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും സ്ട്രെസ് മറ്റായിരിക്കാം. പിന്നെ ഈ സ്ക്രീൻ ടൈമും ലാപ്ടോപ്പ് നോക്കലൊക്കെ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാലാണ്. നമുക്ക് ഉള്ളിൽ നിന്ന് കൂടി ശ്രദ്ധിക്കണമല്ലോ, പുറത്തുനിന്ന് മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ലിപ് ബാം ഇടാം. ഞാൻ ഈ ബേബി പിങ്ക് ആട്ടോ കൂടുതലും ഇങ്ങനെ വീട്ടിലൊക്കെ നിൽക്കുമ്പോ ലൈറ്റ് പിങ്ക് കളർ കിട്ടും. അങ്ങനെ അതങ്ങനെ ഇടും. നല്ല മഴക്കാരുണ്ട് പുറത്ത്. അതൊക്കെ എടുക്കാൻ പറ്റുന്ന അൺഡ്രൈസറും സെറൊക്കെ സെറ്റ് ആകും. നമുക്കിനി നമ്മുടെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഇതിന് സ്റ്റിക്കർ ഒട്ടിക്കാത്തത് ഞാന് എന്താ പറയാ സ്റ്റിക്കർ ആക്കണേ മുന്നേ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് പോകുന്നതാണ്. അതുകൊണ്ടാട്ടോ. നമ്മുടെ ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ആണ്. ഇതിപ്പോ നമ്മുടെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് കുറെ ഉപയോഗിച്ചുകൊണ്ട് കുറെ റിസൾട്ട് കിട്ടുന്നെന്ന് ആരും വിചാരിക്കരുത്. ഒക്കെയും ഒരു കുറച്ചായിട്ട് ഉപയോഗിക്കുക. അതായത് വാരി വലിച്ച് തേക്കാണ്ടേ. വാരി വലിച്ച് തേച്ചുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല. അതായത് നമ്മളിപ്പോ ഒരു ഡയറ്റ് വണ്ണം കുറയാനൊക്കെ ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ തിന്നാണ്ടിരുന്നോണ്ട് നമ്മുടെ 5 കിലോ കുറയില്ലല്ലോ. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച് നല്ല റൊട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു മാസം കൊണ്ട് ചിലപ്പോൾ 2-3 കിലോ കുറയ്ക്കാൻ പറ്റിയെന്ന് വരും, ഹെൽത്തി ആയിട്ട് പോകുമ്പോൾ. മറ്റേ ക്രാഷ് ഡയറ്റ് ഒക്കെ ആകുമ്പോൾ ഭക്ഷണം ഇടുന്നൊക്കെ, പക്ഷെ കുറച്ചുനാൾ നമുക്കത് കൊണ്ടുപോകാൻ പറ്റില്ല മുന്നോട്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പഴയതുപോലെയാവും. ഫുഡ് കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ വീണ്ടും. അപ്പൊ നമ്മൾ ഹെൽത്തി ആയിട്ട് പോകുമ്പോഴാണ്
അതൊക്കെ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാം. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് ഡയറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് മാനേജ് ചെയ്ത് ഇപ്പൊ നമ്മൾ കുറഞ്ഞിട്ടുള്ള വെയിറ്റ് മാനേജ് ചെയ്ത് പോകുള്ളൂ. ക്രാഷ് ഡയറ്റ് ചെയ്ത് നമ്മൾ പശുവിന്റെ കിടന്ന് മെലിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ഒരു 3-4 മാസം നമ്മൾ എന്തായാലും ഇങ്ങനെ ചെയ്യില്ല നമ്മുടെ ജീവിതകാലം. അപ്പൊ ആ പശുവിന് കിടന്ന് നമ്മളല്ലാണ്ടായി മാറും. പിന്നെ ഭയങ്കര സ്ട്രെസ്, ഭയങ്കര ദേഷ്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അപ്പൊ നമ്മള് പഴയത് മാതിരി തന്നെ വീണ്ടും ഫുഡ് കഴിച്ചു തുടങ്ങും, പഴയത് മാതിരിയാവും. അപ്പൊ അങ്ങനത്തെ ചേട്ടൻ എന്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സൺസ്ക്രീനും കൂടി ഇട്ടിട്ട് നമുക്ക് ഡ്രസ്സ് മാറാൻ പോവാൻ. അങ്ങനെ പടപടപടയെന്ന് ഡ്രസ്സ് മാറിയതേ നമ്മൾ ഇനി ലാസർസിൽ പോവാട്ടോ. ഞാൻ അവിടെ ചെന്നിട്ട് കാണാം, വേഗം ഇറങ്ങാം. അപ്പൊ നമ്മളിത് ഇനി ലാസർസിലാട്ടോ. അപ്പൊ ഇവിടെ കുറെ പണിയുണ്ട്. ഇപ്പൊ പണികൾ എടുത്തോണ്ടിരിക്കുക. നമ്മുടെ ഫസ്റ്റത്തെ പണി എന്ന് പറഞ്ഞാല് നമ്മുടെ ലിപ് ബാം കഴിഞ്ഞിട്ടുണ്ട്, ഹെർബൽ ലിപ് ബാം. അപ്പൊ അത് മേക്ക് ചെയ്യലാട്ടോ. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ഷൂട്ടിങ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെയാണ് പരിപാടി. ഇന്നത്തെ പണി നമ്മുടെ ഹെർബൽ ലിപ് ബാം ആണ്. അപ്പൊ അത് കുറെ അധികം ഫോളോവേഴ്സ് അതിനുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കുറെ അധികം മേടിച്ചു വെക്കുന്നവരുണ്ട്. പിന്നെ നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ പുതിയ പുതിയ ബാച്ചുകൾ എത്തി മേക്കിംഗ് കഴിഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇങ്ങനെ സ്റ്റാൻഡിലേക്ക് സെറ്റ് ചെയ്യാം. നമ്മളിതേ നിലാസപ്സി നേരത്തെ വീട്ടിലെത്തി. ഏകദേശം ഉച്ചയ്ക്ക് 1:30 കണ്ടിട്ട്. അപ്പൊ ചേട്ടൻ വന്നിട്ട് വീണ്ടും പോയിട്ടുണ്ട്. അപ്പൊ ആൾക്ക് തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങൾ ഊണ് കഴിക്കുള്ളൂ. അപ്പൊ ഞാൻ ആ നേരം കൊണ്ട് നമ്മുടെ മീൻ നമ്മൾ രാവിലെ പറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അമ്മൂന് ഉച്ച വരെ ഉള്ളു. അപ്പൊ അമ്മ ഇപ്പൊ വരും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, അവളെന്തായാലും 2 മണിയൊക്കെ ആവും. അപ്പൊ അവൾക്കുള്ള മീനും ചേട്ടനുള്ള മീനും. ഞാൻ ഫിഷ് ഫ്രൈ കഴിക്കാറില്ല കേട്ടോ. ഫ്രൈ ചെയ്ത ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. ചിക്കൻ ഫ്രൈ വല്ലപ്പോഴും കഴിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഒഴിവാക്കിയേക്കാം. അപ്പൊ ഞാൻ ആദ്യം പാറുവിനുള്ള ഈ കുറച്ച് കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മീൻ വറുത്ത് മാറ്റി വെക്കും. അതിനുശേഷം ചേട്ടനും അമ്മൂനും ഓരോ മീനേ ഉള്ളൂ, ജസ്റ്റ് 2 മീൻ. അപ്പൊ അത് ചെയ്യാട്ടോ പണികള്. പാക്കിങ്, അതുപോലെ തന്നെ ഷൂട്ടിങ്, നമ്മുടെ എന്താ പറയാ കുറച്ച് ഷൂട്ടിങ്, പിന്നെ നമ്മുടെ ലിപ് ബാം മിക്സിങ്. ലിപ് ബാം നമ്മൾ മേക്ക് ചെയ്യുമ്പോഴേ ബാച്ചായിട്ട് മേക്ക് ചെയ്യുക. പക്ഷെ നമ്മൾ വളരെ കുറച്ചേ മേക്ക് ചെയ്യുള്ളൂ. കാരണം എപ്പോഴും ഫ്രഷ് ആയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചായിട്ട് ബാച്ച് നമ്മൾ മേക്ക് ചെയ്തോണ്ടിരിക്കുന്നു. അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഹെൽപ്പിന് നമുക്ക് 2-3 സ്റ്റാഫ് ഉണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ അതൊക്കെയാണ് നമ്മള് ഇന്നത്തെ വിശേഷങ്ങൾ നിലാസപ്സി ഉണ്ടായിരുന്നത്. പിന്നെ പണിയെടുക്കുമ്പോൾ എനിക്ക് അതിന്റെ കൂടെ ഷൂട്ടിങ് ഒക്കെ കൂടി നമുക്ക് വിചാരിച്ച പോലെ നടക്കില്ല. കുറച്ചൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ നമുക്ക് ലിപ് ബാം കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത്. അപ്പോ അതിന് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഷോർട്സ് ഒക്കെ. അപ്പോ നിങ്ങൾക്കും താല്പര്യം ഉണ്ടാവില്ല നമ്മൾ എങ്ങനെയാണ് ലിപ് ബാം ഒക്കെ മേക്ക് ചെയ്യുന്നത് കാണാൻ. അപ്പൊ അതിന്റെ കുറച്ച് എടുത്തിട്ടുണ്ട് ക്ലിപ്പുകളൊക്കെ. അപ്പൊ ഞാൻ മീൻ വറുത്തങ്ങട് നമുക്ക് ഊണ് കഴിക്കാം. ചേട്ടൻ പോയിട്ട് വന്നിട്ട് അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ചപ്പോ ഒരുപാട് ലേറ്റ് ആയി. ഞാൻ കാലത്ത് മുട്ട കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ പരിപ്പ് കറി ഇന്നലത്തെയാണ്, മോര് കറി ഇന്നലത്തെയാണ്, മീൻ കറി ഇന്നത്തെയാണ്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ രാവിലത്തെ ഗ്രീൻ പീസ് തോരനുണ്ട്, ഉപ്പേരി വെച്ചതുണ്ട്. അങ്ങനെ എല്ലാം കൂടി കുട്ടി കഴിക്കാട്ടോ. പിന്നെ ഞാൻ അവിടെ കുറച്ച് നമ്മുടെ പേരയ്ക്കൊക്കെ അരിഞ്ഞ് കുറച്ച് പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് വിശപ്പ് മുഴുവൻ പോയി സത്യം പറഞ്ഞു. കാരണം ഒരുപാട് നേരം വൈകി, ചേട്ടൻ വരാൻ വൈകി, കുറെ അധികം പരിപാടീസ് ഉണ്ടായിരുന്നേ. കുറച്ച് ന്യൂ പ്രൊഡക്ട്സിന്റെ ഒക്കെ പിന്നാലെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒക്കെ നേരം തിരക്കില് പെട്ടിട്ട് ആള് വന്നിട്ടാണ് ഞാൻ കഴിക്കാറ്. ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഒരുമിച്ച് കഴിക്കണത് ആദ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുന്ന ആ സമയം നോക്കി 3 മണി. അപ്പൊ ഞാൻ 3 പറഞ്ഞപ്പോ ചേട്ടൻ 2 കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ 3 കഴിച്ചു. അങ്ങനെ അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ വിശപ്പ് പോയി. അതാണ് എന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ നേരത്തിന് കഴിച്ചില്ലെങ്കിലേ വിശപ്പ് പോകും. പിന്നെ ഒന്നാമത്തെ എനിക്കിപ്പോ അധികം വിശപ്പില്ല സത്യം പറഞ്ഞാൽ. നമ്മളൊരു ട്രാക്കിലേക്ക് വന്നാൽ നമുക്ക് അധികം വിശക്കില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു വെയിറ്റ് ലോസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ മിക്ക ദിവസം ഇങ്ങനെയാട്ടോ. തിരക്ക് പിടിച്ച സമയം ഇങ്ങനെ എന്തോരുണ്ടെങ്കിലും മതിയാവാത്ത മാതിരി. ഇനി ഷൂട്ട് ചെയ്യുന്ന ദിവസം പറയും വേണ്ട. നിലാസപ്സും ഷൂട്ടിങ്ങും ഒരുമിച്ച് വന്നാൽ പിന്നെ ഒന്നും കഴിക്കാനുള്ള നേരം ഉണ്ടാവില്ല. അങ്ങനെ തിരക്ക് വരും കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചത് 3:30 കഴിഞ്ഞു. പാറിനെ കൊണ്ടുവരാൻ വേണ്ടി ചേട്ടൻ പോയിട്ടോ. അപ്പൊ ഇപ്പൊ ഈ നേരത്തെ കഴിച്ചുകൊണ്ട് തന്നെ ഇനി വൈകുന്നേരത്തെ ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് എനിക്കൊരു 1 മണി to 1:30 ഉള്ളിലൊക്കെ ഫുഡ് ഉച്ചക്കലത്തെ കഴിച്ചാലാണ് ഒരു 4 അല്ലെങ്കിൽ ഒരു 3:30-4 മാക്സിമം 5 ചിലപ്പോ 5 അതിനുള്ളിൽ കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല കഴിക്കാൻ. എന്റെ വയറിങ്ങനെ ഫില്ലായ മാതിരി ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ ഫുഡ് ഇനി എനിക്ക് വേണമെന്നില്ല. വല്ല പേരയ്ക്കോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു കപ്പ് മധുരടാത്ത കോഫിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ഞാൻ എന്താ പറയാ അവസാനിപ്പിക്കും. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ, വിശപ്പ് അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് ചിലപ്പോൾ പനിയുള്ളിൽ ഇപ്പൊ മാറിയിട്ടുണ്ട്. എനിക്ക് തലക്ക് കുളിച്ചു വന്നാലും ചിലപ്പോൾ അതിന്റെ ആയിരിക്കാം എനിക്ക് വിശപ്പ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ എന്റെ വൈകുന്നേരത്തെ ഫുഡ് ഇങ്ങനെയാണ്. അതിപ്പോ ഈ ഒരു ദിവസമാണ്. ചില ദിവസങ്ങളിൽ ഞാൻ ഫുഡ് കഴിക്കാറുണ്ട്.
ചിലപ്പോ ചിലർ കമന്റ് ചെയ്യാറുണ്ട് ഒന്നും കഴിക്കാണ്ടാണ് പറഞ്ഞിട്ട്. ഞാൻ കഴിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ആവശ്യത്തിന് എനിക്ക് വേണ്ട ഇതാണ് ഞാൻ കഴിക്കാറ് കേട്ടോ. അതായത് എനിക്ക് കഴിക്കണം എന്ന് തോന്നുമ്പോ, അല്ലാതെ ഒരു ടൈം ടേബിൾ മാതിരി ഇങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു പോണാണെന്നല്ല. ഇനിയിപ്പോ എനിക്കൊരു ചീറ്റ് എടുക്കാൻ തോന്നുകയാണെങ്കിൽ ഞാൻ എടുക്കും. അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് എപ്പോഴും എടുക്കാറ്. അങ്ങനെ അബദ്ധവശാല് പെട്ടെന്ന് കയറി ആ ഒരു നമുക്ക് പെട്ടെന്നൊരു ഷുഗർ ക്രേവിങ്സ് ഒക്കെ ഇങ്ങനെ വന്ന് ഇപ്പൊ തന്നെ വാങ്ങി കഴിക്കണം എന്ന് തോന്നില്ലേ, അതിനെ ഞാൻ പരമാവധി കൺട്രോൾ ചെയ്യാറുണ്ട്. എന്റെ ക്യാമറ ഇങ്ങനെ ഇരിക്കണേന്ന് തോന്നുന്നുണ്ട്. സെറ്റ് ആക്കട്ടെ. എനിക്ക് തോന്നിയിട്ടുള്ള അതാണ്, നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ക്രേവിങ്സ് ഇല്ലേ, അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ പകുതി മുക്കാ സക്സസ് ആയി. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു വെയിറ്റ് ലോസിൽ. അതായത് നമുക്ക് ഇപ്പൊ ഇരുന്നിരുന്നെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ പരമാവധി ഒരു വീഡിയോ ഒന്നും കാണരുത് പ്ലീസ്. ഈ ASMR എന്നിട്ട് സംഭവം ഒന്നും കാണാണ്ടിരിക്കുക. പിന്നെ അങ്ങനെ വ്ളോഗേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഫുഡ് വ്ളോഗേഴ്സ് ഇങ്ങനെ പോയി ഫുഡ് അടിക്കുന്ന വീഡിയോ ഒന്നും കാണരുത്. എനിക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ല കേട്ടോ. എനിക്ക് താല്പര്യമാണ്. ഞാനും അമ്മൊക്കെ മുന്നേ കുറേ കാണാറുണ്ട്. പക്ഷെ ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങനെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എന്നാലും അങ്ങനെ രസമായിട്ട് കാണും. പക്ഷെ ഇപ്പൊ നമ്മളൊരു ട്രാക്കിൽ ഇങ്ങനെ പോകുമ്പോൾ പരമാവധി അങ്ങനത്തെ ഒക്കെ നമുക്കൊരു ഫുഡ് ക്രേവിങ്സ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ സാധനം ഒഴിവാക്കാം. പിന്നെ പെട്ടെന്ന് വരുന്ന ഒരു 10 മിനിറ്റ് 5 മിനിറ്റിൽ നമുക്ക് ഇത് കഴിച്ചേ പറ്റുന്ന ടെൻഡൻസി ഉണ്ടല്ലോ, അതിന് നമുക്കൊന്ന് പതുക്കെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഓക്കെയാണ്. നമ്മളിങ്ങനെ വിചാരിക്കാം, അടുത്ത ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ എന്റെ ചീറ്റ് മീൽ എടുക്കും, അന്ന് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഈ ഒരു ഐറ്റമാണ് ഞാൻ കഴിക്കാൻ പോണത്. സോ ഇപ്പൊ കൺട്രോൾ ചെയ്യാം. ഇപ്പൊ നമുക്ക് വേണ്ടത്, കാരണം ഇപ്പൊ ഞാൻ അതേ വയറ് നിറച്ച് എന്റെ ഫുഡ് കഴിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പൊ പോയിട്ട് എനിക്ക് എന്തെങ്കിലും കണ്ടിട്ട് പെട്ടെന്ന് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ തിന്നണം തോന്നുകയാണെങ്കിൽ അത് അത്ര നന്നാവില്ല. കാരണം നമുക്ക് ആവശ്യത്തിനുള്ളതും കിട്ടിയിട്ടുണ്ട്, ഇനിയുള്ളത് എക്സ്ട്രാ ആണ് കയറുന്നത്. നമ്മൾ അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാൻ പറ്റും. അപ്പൊ മനസ്സിനിങ്ങനെ അങ്ങനെ പറയാം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ, ഫുഡ് വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഇനിയൊരു കാപ്പി അങ്ങനെ മധുരടാത്തോട്ട്, അല്ലെങ്കിൽ നമ്മുടെ മങ് ഫ്രൂട്ട് ഇല്ല, അത് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, അത് കുറച്ചിട്ടിട്ട് കുടിക്കും. അപ്പൊ അങ്ങനെയാണ്. നാളോട്ട് ഞാൻ ജിമ്മിന് വീണ്ടും പോവുകയാണ്. 2 ദിവസത്തെ മുടക്ക്. അതിനിടയിൽ ഒരു ഞായറാഴ്ച ഉണ്ടായിരുന്നു. ഞായർ, തിങ്കൾ, ചൊവ്വ 3 ദിവസമാണ് ഞാൻ ജിമ്മിന് വേണ്ടിയിരുന്നത്. ഞായറാഴ്ച പിന്നെ ആക്ച്വലി മുടക്കാണ്. അപ്പോ ഇനി ആ പാറക്കുട്ടി വന്ന് എടുത്തത് ഒരു യുദ്ധം പാറക്കുട്ടിയുടെ കൂടെ. പാറക്കുട്ടിക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം. വന്ന ശേഷം മേല് കഴിപ്പിക്കും, എന്നിട്ട് ഫുഡ് കൊടുക്കും. എന്നിട്ട് പിന്നെ അവളുടെ കളിയോ എന്തെങ്കിലുമൊക്കെ അതിലൊക്കെ വ്യാപൃതരാകും. അപ്പോഴേക്കും അമ്മ ഒന്ന് ഉച്ചയ്ക്ക് വിടുന്നു പോയിട്ട് വിട്ടിട്ടില്ല എന്ന് തോന്നണം കേട്ടോ. അല്ലെങ്കിൽ വല്ല സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോന്ന് അറിയില്ല. വിട്ടിട്ടില്ല, ടീച്ചർ വിട്ടെങ്കിയപ്പോ ഗ്രൂപ്പിലിട്ടേനെ. അപ്പോ വേണമെങ്കിൽ സ്കൂളിൽ നിന്ന് കഴിക്കുക, അല്ലെങ്കിൽ അവര് ഫ്രണ്ട്സൊക്കെ എന്താ പറയാ ഒരുമിച്ച് കഴിച്ചിട്ടുണ്ടായിരിക്കും. അവള് ഫുഡ് വേണ്ട എന്നെ എന്തായാലും ഉച്ചയ്ക്ക് വിടുന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. വീട്ടിലായിരിക്കും പറ്റിയത്. അപ്പൊ അങ്ങനെ അപ്പൊ വരുമ്പോ തന്നെ ചോർന്നു. പാറക്കുട്ടിക്ക് ഇന്ന് ബ്രെഡ് കണ്ടപ്പോ ബ്രെഡും ബട്ടറും തേച്ചിട്ട് മതി എന്ന് പറഞ്ഞിട്ടോ. പിന്നെ നമ്മുടെ വീട്ടില് ചൂരിലൊക്കെ ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് ചൂരപ്രയോഗം നടത്താറുണ്ട്. പാറക്കുട്ടിയാണ് വളച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ അമ്മൂനെ അവിടെ കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് പേരയ്ക്കും. അമ്മ ഇപ്പൊ വരും. അപ്പൊ നമ്മള് പിള്ളേഴ്സൊക്കെ ഇവിടെ കളിയിലാണ്, അമ്മും പാറും. അപ്പൊ ഞങ്ങൾ ഇന്ന് സ്പൈഡർമാൻ സിനിമ കാണാൻ പോവാണ്. അമ്മ കൊറേ ദിവസമായി പറയുന്നു. അപ്പൊ നാളെ മുടക്കല്ല, നാളെ എന്താ നമുക്ക് മുടക്ക് കറക്കിടവാവ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് നാളെ പിള്ളേർക്ക് സ്കൂളില്ലല്ലോ. എന്റെ പാറക്കുഞ്ഞിനെ കാണാനില്ലടി, അവിടെ പാറക്കുഞ്ഞിനെ ചോരേ കച്ചാലൊക്കെ കൊണ്ടിട്ടുണ്ട്, കാണാനില്ലേ അവിടെ. അമ്മ ഇങ്ങനെ നിക്കല്ലേ. അപ്പൊ ഞങ്ങള് നമ്മുടെ ഒരു 9:30ക്കാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചേച്ചി മാമനൊക്കെ ഉണ്ട്. അപ്പൊ ചേട്ടൻ ജിമ്മിന് പോയി. അപ്പൊ ഞങ്ങൾ 9:30ക്ക് മുന്നേ ഒരു 9 മണി 8:45 ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങും. പണികളൊക്കെ തീർത്തു. ഇപ്പൊ തന്നെ വീണേനെ പണികളൊക്കെ കാല് വെന്തിക്കുന്നു. അങ്ങനെ അപ്പൊ പൂമ്പ കാണാട്ടോ. ആരും അമ്മ പാറയേറ്റ് നിക്ക്, എന്നിട്ട് ഇങ്ങനെ പിടിക്കും. കളിച്ചിരിക്കില്ല. പാറക്കുട്ടി ഒരു 7:30 ആയിപ്പിക്കും പാറക്കുട്ടി ഉറങ്ങി. അപ്പൊ ഞാൻ ദൈവം ഇന്ന് സിനിമ കാണാൻ പോകുമ്പോ ഇന്നൊരു എന്താക്കും. പിന്നെ അതുപോലെ അമ്മു പഠിക്കാനുള്ള കാരണം അമ്മൂനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയ്ക്ക് പോണെങ്കിൽ എല്ലാം പഠിച്ചു തീർക്കണം. അപ്പൊ അവളുടെ പഠനവും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ചേട്ടനവിടെ വർക്ക് ഉണ്ട്, കുറെ നമ്മുടെ കുറച്ച് ലെസൺസിന് കുറച്ച് വർക്ക് ഉണ്ട്. അപ്പൊ അതൊക്കെ അവൾ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇപ്പത്തെ വിശേഷം കേട്ടോ. നമുക്ക് പോകണ്ടേ സിനിമയ്ക്ക്? അപ്പൊ
അപ്പോ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ജോലികളിലാണ്. ഞാൻ പാർക്കുട്ടിയെ നോക്കിയിരുന്നിരുന്നത്, പാർക്കുട്ടി ഉറങ്ങി. ഇന്ന് സിനിമ കാണാൻ പോയി. എനിക്കിന്ന് മര്യാദക്ക് സിനിമ കാണാൻ പറ്റില്ല തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ കിടന്ന് ഉറങ്ങിയിട്ട് 8 മണി ആവണേ ഉള്ളൂ. 9:30 സിനിമ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി പേരുടെയൊക്കെ കഴിഞ്ഞു. ഇനി ഡ്രസ്സ് മാറാം, സ്കിൻ കെയർ. ഞാൻ അങ്ങനെ വേറെ ചെയ്യാറില്ല കേട്ടോ. ജസ്റ്റ് ഐബ്രോ നല്ല ചീക്കി വയ്ക്കണമെങ്കിൽ ചീക്കി വയ്ക്കും. അത് പറ്റിയാൽ വലിയ കുഴപ്പമില്ലാണ്ടിരിക്കണേ. പിന്നെ ലിപ്സ്റ്റിക് മാത്രം ഇടും, വേറെ ഒന്നും ചെയ്യില്ല. നേരെ ഡ്രസ്സ് മാറിയപ്പോൾ 9:30 ഞാൻ കാണാൻ. അപ്പം അങ്ങനെ മുടിയും കിട്ടി. പിന്നെ ഇന്ന് പാർക്കുട്ടി റെഡിയാക്കും. ഉറങ്ങുന്നു വിടുന്നിട്ട്. സാധാരണ ഞാൻ 9 മണി വരെയൊക്കെ പിടിച്ചു വയ്ക്കും. എന്നിട്ട് ആള് വണ്ടിയിൽ പോയി തൂങ്ങിയിരുന്നിട്ട് തൂങ്ങും. ഇപ്പം സ്കൂളിൽ പോകണ തന്നെ നേരത്തെ ഉറങ്ങും. ഇനി ഉറങ്ങിയാ ഭാഗ്യം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ആള് അത് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശല്യാക്കും. നോക്കാം. അമ്മൂനാണ് സ്പൈഡർമാൻ കാണുന്നത് ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് പട്ടി ഷോ കാണിക്കാൻ വേണ്ടിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വലിയ കാര്യമായിട്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോ നിൽക്കുന്നു കേട്ടോ. പാർക്കുട്ടി ഞാനൊരു വിധം എണീപ്പിച്ച് പാന്റ് ഇടിച്ചു. പിന്നെ ഒരു തണുക്കണിക്ക് ഒരു ജാക്കറ്റും കൈ പിടിച്ചിട്ടുണ്ട് അവൾക്ക്. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് നേരെ തിയേറ്ററിൽ പോകാം. ചേച്ചിയും മാമനെയും കൂട്ടിയിട്ട് കേട്ടോ നമ്മൾ പോണത്. അപ്പൊ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി മുന്നേ തന്നെ. അങ്ങനെ നമുക്കിതേ ലിപ്സ്റ്റിക് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതേ പോപ്കോൺ 2 പാക്കറ്റ് ഒക്കെ എന്റെ കയ്യിൽ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ എല്ലാവർക്കും കൂട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഓരോന്ന് മേടിച്ചിട്ടുണ്ട്. ഇന്റർവെല് പിന്നെ ഇറങ്ങി വരണ്ടല്ലോ. അപ്പൊ പാർക്കുട്ടി ഉഷാറായിട്ടോ. അങ്ങനെ പാർക്കുട്ടി ഉറങ്ങുമെന്ന് മാത്രം നോക്കിയാൽ മതി ഇനി. അപ്പൊ ഇത് എല്ലാവരും സെറ്റ് ആയി നമുക്ക് അകത്ത് കയറാം. Biggest, most emotional and most fun Spider-Man adventure yet. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഫസ്റ്റത്തെ സ്പൈഡർമാൻ ഒക്കെ സൂപ്പർ ആയിരുന്നു. അതിന്റെ പോലെ എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. സ്പൈഡർമാൻ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്പൈഡർമാൻ ഞങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ശോഭ മോളിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അന്ന് അമ്മ മാത്രം ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നുണ്ട്. ആ ഒരു കൊല്ലത്തെ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് പടം അത്ര ഇഷ്ടമായില്ല. ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഉറങ്ങി സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അത്രയുള്ള വിശേഷം. അത് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അമ്മൂന് ഇഷ്ടമായെന്ന് പറയണ്ട കേട്ടോ. ഓരോരുത്തരുടെ ഒരു ഇഷ്ടമല്ലേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.